ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ചേനത്തണ്ട് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇല തോരൻ വെച്ചില്ലേ, അതിൻ്റെ തണ്ടാണ് കേട്ടോ. ആദ്യം ഞാനിത് തോരൻ വെക്കാൻ വേണ്ടിയാണ് എടുത്തത്. പിന്നെ വിചാരിച്ചു വേണ്ട, എന്നാൽ ഒരു തീയൽ വെക്കാം, ഒരു കറിയാവുമല്ലോ. അപ്പം തീയൽ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ ചെമ്മീൻ തീയൽ കഴിക്കുന്ന പോലെ അതേ ടേസ്റ്റ് തന്നെ കേട്ടോ ഈ ചേനത്തണ്ട് തീയൽ വെക്കുമ്പോൾ കേട്ടോ. ആദ്യം ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തി മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചേനത്തണ്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടി അളവിൽ ചെറിയ ഉള്ളിയും പിന്നെ ഒരു സവാളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് വലിയൊരു തക്കാളിയും 4 പച്ചമുളകും കൂടെ ആണേ, അതും അരിഞ്ഞ് ഇതുവരെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. വറുക്കാൻ ആവശ്യത്തിനുള്ള ഒരു 2 കൈപ്പിടി അളവിൽ തേങ്ങ, ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു കൈപ്പിടി അളവിൽ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു ടീസ്പൂണ് പെരിഞ്ചീരകവും പിന്നെ 1/2 ടീസ്പൂണ് ഉലുവയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. ഈ വറുത്തെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നല്ല ബ്രൗൺ നിറമാവുന്നിടം വരെയും ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ തേങ്ങ ഇതേപോലെ വറുത്തെടുക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ. അപ്പോൾ ആ അരച്ച് കൂട്ടുന്ന കറിക്ക് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഇപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ച് വറുത്തെടുക്കുവാണെങ്കിൽ അതിനൊരു കരിഞ്ഞ ചുവയായിരിക്കും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പം തേങ്ങ ഇവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കത്തില്ല, ഈ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള ചട്ടി ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റണം കേട്ടോ. ഉള്ളിയും സവാളയും കൂടെ ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ബാക്കി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനത്തണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ഉള്ളിയുമായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിനി തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് ഇത് ഒന്ന് വെന്ത് കിട്ടണം. തക്കാളി വെന്തുടഞ്ഞു പോകണ്ട, ഒരു പകുതി വേവായി കിട്ടിയാൽ മതി. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് വഴറ്റിയെടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം കഷ്ണങ്ങൾക്കെല്ലാം എല്ലാം ഉപ്പും പിടിച്ചോളും. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വാടി വന്നാൽ മതി, ഒരുപാട് വെന്തുടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ചേനയുടെ തണ്ടൊക്കെ പെട്ടെന്ന് വേവുന്നതാണ്. അതുപോലെ തക്കാളിയും ഒന്ന് ഉടഞ്ഞു പോകാതെ ഒന്ന് പകുതി വേവിൽ കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ കറി എടുക്കുന്നത് ഒരു സെമി ലിക്വിഡ് രീതിയിലാണ്. അതുകൊണ്ട് ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് കുറിയ പരുവത്തിലാണ് എടുക്കുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള വെള്ളമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കറിക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് കഴിയും. അപ്പോൾ ചേനത്തണ്ട് തീയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ വെറുതെ കളയുന്ന സംഭവമാണ്, നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ചാറ് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ ഇന്നത്തെ ഊണിന് ചേനത്തണ്ട് തീയലും അതേപോലെ മത്തിയുടെ പരിനീൽ ഫ്രൈയും പിന്നെ മത്തി വറ്റിച്ചെടുത്തതാണ് കേട്ടോ, മുളകിട്ട് വറ്റിച്ചെടുത്തതാണ്. നല്ല ടേസ്റ്റ്, അതാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് മത്തി ഇതേപോലെ വരട്ടിയെടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും ക്യാബേജും കിഴങ്ങും എല്ലാം കൂടി ഇട്ട് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു മെഴുക്ക് വരട്ടി.